നമസ്കാരം. ലാലാസ് പേജിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ കരീം ലാല. ഈ എപ്പിസോഡ് തുടങ്ങുന്നത് അല്പം ദീർഘമായ ഇടവേളയ്ക്ക് ശേഷമാണ്. നമ്മൾ ആദ്യം ഞാനതിന് മാപ്പ് ചോദിക്കുന്നു. നമ്മൾ ആദ്യം പറഞ്ഞു നിർത്തിയത് മുഗളെ ആസമിൻ്റെ നിർമ്മാണത്തിൻ്റെ തുടക്കവും ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയ കഥയുമാണ്. പിന്നീട് ഇതേ ആശയം തന്നെ കെ ആസിഫ് അനാർക്കലി എന്ന പേരിൽ തുടങ്ങിയതും അത് പിന്നീട് റിലീസ് ചെയ്ത് ഇന്ത്യയിൽ തന്നെ ഭയങ്കര വൻ വിജയമായി തീർന്നതുമായ കഥയാണ്. ഇനി നമുക്ക് അടുത്തതിൻ്റെ രണ്ടാമത്തെ പോർഷനിലേക്ക് പോകാം. ഇന്ന് തന്നെ ഈ വീഡിയോ ഇടാൻ കാരണം മുഗളി ആസം റിലീസ് ആയിട്ട് ഇന്നേക്ക് കൃത്യം 66 വർഷം പൂർത്തിയാകുകയാണ്. 1960 ആഗസ്റ്റ് മാസം 5-ാം തീയതിയായിരുന്നു മുഗളി ആസം റിലീസ് ചെയ്തത് മറാഠ മന്ദിറിൽ. അപ്പോൾ ഇതിനിടയിൽ പൃഥ്വിരാജ് കപൂറിൻ്റെ നായകനായിട്ട് എമിൽ ബ്രോണ്ട് എന്ന ഐറിഷ് നോവലിസ്റ്റിൻ്റെ വെതറിംഗ് ഹൈറ്റ്സ് എന്ന നോവലിനെ അടിസ്ഥാനമാക്കിയിട്ട് ഹൽചൽ എന്നൊരു ചിത്രം ആസിഫ് സംഗീത സംവിധായകൻ സജ്ജാദ് ഹുസൈൻ പിന്നെ ഇവരെ രണ്ടുപേരെ വേറൊരു സുഹൃത്ത്, ഇവർ 3 പേരും ചേർത്ത് നിർമ്മിക്കുന്നു. പക്ഷേ അതും ക്ലച്ച് പിടിച്ചില്ല. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഷിറാസ് അലി പരിചയപ്പെടുത്തിയ പലോൻജി ഷാപൂർജി എന്നൊരു പ്രശസ്ത എഞ്ചിനീയർ കൺസ്ട്രക്ഷൻ വ്യവസായി മുഗളി ആസമിൻ്റെ ഷൂട്ടിംഗ് പുനരാരംഭിക്കാൻ വീണ്ടും തയ്യാറായി വന്നത്. അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കൺസ്ട്രക്ഷൻ വർക്കുകളായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നവർക്ക് അറിയാൻ പറ്റും ഷാപൂർജി എന്ന കമ്പനിയെ പറ്റി. ഇതിൻ്റെ പേര് പിന്നീട് ഈ കമ്പനിയുടെ പേര് SP ഗ്രൂപ്പ് എന്ന് മാറ്റുകയുണ്ടായി. ഷാപൂർജി ആസിഫിനോട് കാര്യം തുറന്നു പറഞ്ഞു. ഞാൻ പൃഥ്വിരാജ് കപൂറിൻ്റെയും ദിലീപ് കുമാറിൻ്റെ ഒക്കെ നല്ല കടുത്ത ആരാധകനാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ ചിത്രം തുടർന്ന് പൂർത്തിയാക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. അല്ലാതെ ചുരുക്കി പറഞ്ഞാൽ ഈ സിനിമാ ഫീൽഡിനെ പറ്റി എനിക്ക് യാതൊരു ചുക്കും അറിഞ്ഞുകൂടാ. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇതിലെന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ തുറന്ന് പറയണം. അത് തുറന്നു പറഞ്ഞു. ഇതിനെപ്പറ്റി ഒരു വിജ്ഞാനമില്ല സിനിമയെ പറ്റി. അങ്ങനെ ഷാപൂർജിയുടെ സാമ്പത്തിക സഹായത്താൽ വിഭജനാനന്തരം വീണ്ടും ഷൂട്ടിംഗ് തുടങ്ങാമെന്ന് ആസിഫ് തയ്യാറായിരിക്കുമ്പോഴാണ് 1949 പ്രധാന നടനായ ചന്ദ്രമോഹൻ്റെ അകാല മരണം. ആദ്യ നിർമ്മാതാവിൻ്റെ പാകിസ്ഥാൻ കുടിയേറ്റം, പ്രധാന നായകൻ്റെ മരണം, ഇത് ചിത്രത്തിൽ സാരമായ മാറ്റം വരുത്തുവാൻ വഴിവെച്ചു. പ്രധാന കഥാപാത്രങ്ങൾ മുഴുവൻ കംപ്ലീറ്റ് വെട്ടി. പൃഥ്വിരാജ് കപൂറിനെയും ദിലീപ് കുമാറിനെയും മീനാകുമാരിയെയും ദുർഗ ഘോട്ടയെയും മജിത്തിനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി 1951 വീണ്ടും ചിത്രീകരണം പുനരാരംഭിക്കുന്നു. രണ്ടാമത്, നമ്മൾ ആദ്യ പൂതി എന്നൊക്കെ പറയാറില്ലേ, ഈ കാലഘട്ടത്തിലാണ് ദിലീപ് കുമാറിൻ്റെ ബാല്യകാല സുഹൃത്തായ മീർ താജ് മുഹമ്മദ് പെഷാവറിൽ നിന്നും ദിലീപ് കുമാറിനെ സന്ദർശിക്കാൻ വരുന്നത്. ദിലീപ് കുമാർ അദ്ദേഹത്തെ ആസിഫിനെ പരിചയപ്പെടുത്തി. മുഗളി ആസമിൻ്റെ ഒരു പ്രധാന റോളിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചുവെങ്കിലും അദ്ദേഹം അത് സ്നേഹപൂർവ്വം നിരസിച്ചു. അതായത് അജിത്തിൻ്റെ റോളിലേക്കായിരുന്നു അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നത്. ഈ പറഞ്ഞ വ്യക്തിയുടെ മകനാണ് കിങ് ഖാൻ എന്നറിയപ്പെടുന്ന ഇന്നത്തെ ഷാറൂഖ് ഖാൻ. നായകനായി തീരുമാനിച്ച ദിലീപ് കുമാറിന് ഇത്തരം ചരിത്ര കഥകളിൽ അഭിനയിക്കുന്നതിന് അത്ര വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. തൻ്റെ വല്ല ദിലീപ് രാജകുമാരൻ്റെ റോൾ തൻ്റെ ഇഷ്ടത്തിനും നിർദ്ദേശത്തിനും വഴങ്ങി മാത്രമേ അഭിനയിക്കാൻ പാടുള്ളൂ. ഒരിക്കലും ദിലീപ് കുമാറിൻ്റെ തന്നിഷ്ടത്തിന് ഈ ചിത്രത്തിൽ അഭിനയിക്കാൻ പാടില്ല എന്നും ദിലീപ് കുമാറും ആസിഫുമായി എഗ്രിമെൻ്റ് ചെയ്തിരുന്നു. നമുക്കറിയാം, ദിലീപ് കുമാർ ചില സംഭാഷണങ്ങളെ സ്വന്തം ഇഷ്ടത്തിലാണ് പല ചിത്രങ്ങളും ചെയ്തിട്ടുള്ളത്. എങ്കിലും ബന്ധുകൂടിയായ ആസിഫിനെ ധിക്കരിക്കാനും കഴിഞ്ഞില്ല. ദിലീപ് കുമാറിൻ്റെ സഹോദരി അക്തറിനെയാണ് രണ്ടാമത് ആസിഫ് വിവാഹം കഴിച്ചിട്ടുള്ളത്. ആദ്യ താരനിരയെ മാറ്റി ഷൂട്ടിംഗ് പുനരാരംഭിച്ചപ്പോൾ നായികയായി ആദ്യം നൂതനയായിരുന്നു അവർ തീരുമാനിച്ചിരുന്നത്. പക്ഷേ നൂതന് ഇത്തരം റോളിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് പല നടിമാരെയുമായിട്ട് ബന്ധപ്പെട്ടെങ്കിലും അവസാനം ചെന്നെത്തിയത് മറ്റൊരു നടിയിലാണ്. അവരാണ് മധുബാല. 1 ലക്ഷം രൂപയായിരുന്നു മധുബാലയുടെ പ്രതിഫലം.
ജന്മനാ ഉള്ള ഹൃദ്രോഗം മൂലവും അത് നിമിത്തമുണ്ടായ ഇടയ്ക്കിടെ സംഭവിക്കാറുള്ള മോഹാലസ്യവും മൂലവും മധുബാല അവതരിപ്പിച്ച ആ പഴയ അനാർക്കലിയുടെ കഥാപാത്രത്തിന്റെ ഷൂട്ടിംഗ് വേളയിൽ പലപ്പോഴും നീണ്ടുപോയിട്ടുണ്ടായിരുന്നു. മധുബാലയുടെ നൃത്തരംഗത്ത് ലോങ് സൈറ്റിൽ ഡ്യൂപ്പായി എന്ന് അഭിനയിച്ചത് പ്രശസ്ത കഥക് നർത്തകിയായിരുന്ന ലക്ഷ്മി നാരായൺ ജോഡി ആയിരുന്നു. ലക്ഷ്മിയും നാരായണനും ഇരുമ്പ് ചങ്ങല അണിഞ്ഞുകൊണ്ടുള്ള ഷൂട്ടിംഗ് മൂലവും ശരീരത്തിൽ പലയിടത്തും ഉരച്ചിലും വ്രണങ്ങളും അന്ന് മധുബാലയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. യഥാർത്ഥ ഇരുമ്പ് ചങ്ങല തന്നെയായിരുന്നു മധുബാലയുടെ ശരീരത്തിൽ കെട്ടിവെച്ചിരുന്നത്. തടവറയിലെ ഷൂട്ടിംഗ് വേളയിൽ അണിഞ്ഞിരുന്നതും അത് തന്നെയായിരുന്നു. ഏറെ ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളുമായി സഹിച്ചാണ് മധുബാല തൻ്റെ കഥാപാത്രത്തെ ചെയ്തു പൂർത്തിയാക്കിയത്. ഷൂട്ടിംഗ് സ്ഥിരമായി കാണാൻ വന്നിരുന്ന പ്രമുഖരിൽ അന്നത്തെ ചൈനീസ് ഭരണാധികാരി ചൗ എൻലായ്, പിന്നീട് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായ സുൽഫിക്കാർ അലി ഭുട്ടോ എന്നിവരും പെടുന്നു. ഭുട്ടോയ്ക്ക് അക്കാലത്ത് ബോംബെയിൽ ഒരു വലിയൊരു ബംഗ്ലാവ് ഉണ്ടായിരുന്നു. ഒരു പടി കടന്ന് ഭുട്ടോ മധുബാലയുമായി നൗഷാദ് മുഖേന വിവാഹാലോചനയും നടത്തുകയുണ്ടായി. പക്ഷേ അവരുടെ പിതാവ് അത്താവുല്ല ഖാന് അതിഷ്ടമായില്ല. ദിലീപ് കുമാറുമായുള്ള മധുബാലയുടെ ബന്ധത്തിനും അത്താവുല്ല ഖാൻ എതിർപ്പായിരുന്നു. ദിലീപ് കുമാറും മധുബാലയും തമ്മിൽ ചേർന്നുള്ള ഗാന ചിത്രീകരണത്തിന് പലപ്പോഴും മധുബാലയുടെ പിതാവ് ഇടയ്ക്ക് ഇടപെട്ടിരുന്നു. ബഡേ ഗുലാം അലി ഖാൻ പാടിയ പ്രേം ജോഗൻ ബൻകെ എന്ന പ്രശസ്തമായ ഗാനം ഒരിക്കലും അത് ചിത്രീകരിക്കരുതെന്ന് അത്താവുൽ ഖാൻ തുറന്നു പറഞ്ഞിരുന്നു. ഈ ഗാനത്തിന്റെ ചിത്രീകരണത്തിലാണ് സലീം രാജകുമാരും മനാർക്കലിയും അല്പം ഇഴുകിച്ചേർന്നുള്ള രംഗങ്ങളുള്ളത്. ഖാനെ മധുബാലയിൽ നിന്നും മാറ്റി നിർത്താനുള്ള ആസിഫിന്റെ ഉപായം അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റുമാര് നടപ്പിലാക്കിയത് എങ്ങനെയാണോ? ചീട്ടുകളി ഭ്രാന്തനായ അദ്ദേഹത്തെ കളിക്കാൻ ക്ഷണിച്ചുകൊണ്ടായിരുന്നു. ചീട്ടുകളിയിൽ ഇഴുകിച്ചേർന്നാൽ പിന്നെ അദ്ദേഹത്തിന് ലോകം മറക്കും. പിന്നെ പരിസരബോധമൊന്നും ഉണ്ടാവില്ല. ചില മദ്യപരെ പോലെയാണ്. അതിൽ നിന്നും അദ്ദേഹത്തെ മോചിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെയാണ് ആ ഗാനരംഗം പിറ്റേ ദിവസം ചിത്രീകരിച്ചത്. ഷൂട്ടിംഗ് വേളയിൽ തൻ്റെതായ ശൈലിയിൽ ചില നുറുങ്ങുകൾ സംഭാഷണങ്ങളിൽ കൂട്ടിച്ചേർക്കാറുള്ള പൃഥ്വിരാജ് ഇവിടെ സംവിധായകന്റെ നിർദ്ദേശത്തിന് അനുസരിച്ച് മാത്രമേ മുഗൾ-ഇ ആസം എന്ന ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ളൂ. രസികനായ പൃഥ്വിരാജ് കപൂർ ഷൂട്ടിങ്ങിന് വരുമ്പോൾ അദ്ദേഹം അക്ബറിന്റെ ശൈലിയിൽ പൃഥ്വിരാജാരഹാഹും എന്ന് സെറ്റിൽ പറയുമായിരുന്നു. അത് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചിരുന്നു. അക്ബറിന്റെ മേക്കപ്പ് ഇട്ടതിന് ശേഷം അദ്ദേഹം സെറ്റിലേക്ക് വരുമ്പോൾ ഷഹൻഷാ അക്ബർ ഹാദിർഹൂം എന്ന് ഉറക്കെ പറഞ്ഞ് ഗർജിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഷൂട്ടിലേക്ക് കടന്നു വന്നിരുന്നത്. മരുഭൂമിയിൽ അജ്മീറിലേക്കുള്ള യാത്രയിൽ നഗ്നപാതനായിട്ട് അഭിനയിക്കുമ്പോൾ പലപ്പോഴും അദ്ദേഹത്തിന്റെ കാൽപാദം പഴുത്ത് പൊളച്ചിരുന്നു. 19 പ്രാവശ്യം വരെ റീടേക്ക് എടുത്തായിരുന്നു പൃഥ്വിരാജിന്റെ ചില രംഗങ്ങൾ ഷൂട്ടിംഗ് ചെയ്തിട്ടുള്ളത്. കഥാപാത്രങ്ങളുമായി സ്വയം മറന്നു ചേർന്ന് അഭിനയിക്കുമ്പോൾ പറ്റുന്ന ചില ചെറിയ മുറിവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചിത്രത്തിന്റെ അന്നത്തെ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായ പ്രശസ്തനായ ലാൻസ് ഡെയ്ൻ പലപ്പോഴും പൃഥ്വിരാജിനെ ഇനിയും ഭാവിയിൽ പിന്നീടൊക്കെ അഭിനയിക്കേണ്ട രംഗങ്ങളിലെ മുഹൂർത്തങ്ങളെ പറ്റി ഓർമ്മിപ്പിച്ചിരുന്നു. അത്രയ്ക്കും കഥാപാത്രവുമായിട്ട് താതാത്മ്യം പ്രാപിച്ചിട്ടായിരുന്നു പൃഥ്വിരാജിന്റെ അഭിനയം. നമുക്കറിയാം, പഴയ പൃഥ്വിരാജിന്റെ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ ദിലീപ് കുമാറാണെങ്കിൽ സലീം എന്ന കഥാപാത്രത്തിന് വേണ്ടി ഡയറ്റ് ചെയ്തിട്ട് 6 കിലോ വരെ തൂക്കം കുറച്ചിരുന്നു. സലീമിന്റെ കൗമാരകാല വേഷത്തിന് വേണ്ടി പ്രശസ്ത തബല മാന്ത്രികനായ ജാക്കിർ ഹുസൈനെയാണ് കാസ്റ്റ് ചെയ്തത്. പക്ഷേ അദ്ദേഹം അത് സ്നേഹപൂർവ്വം നിരസിക്കുകയും ചെയ്തു. അന്നത്തെ പ്രശസ്ത നടനായിരുന്ന ആഗയുടെ മകൻ ജലാലാഗ പ്രസ്തുത കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും ചെയ്തു. ഈ ജലാലാഗ ആരാണെന്ന് മനസ്സിലാക്കി തരാം. 1975 ഇറങ്ങിയ ഷോലെ എന്ന ചിത്രത്തിൽ മെഹബൂബ എന്ന ഹെലൻ ഡാൻസ് രംഗത്ത് പ്രത്യക്ഷപ്പെട്ട ആ പാട്ട് പാടുന്ന ജലാലാഗ, അതേ ജലാലാഗ. അധികം ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചിട്ടില്ല. അകാലത്തിൽ അദ്ദേഹം മരണപ്പെട്ടു പോയി. മോഹൻ സ്റ്റുഡിയോയിൽ നിന്നും യഥാർത്ഥ മുഗൾ പാലസിന്റെ രൂപം നിർമ്മിക്കുന്നതിന് വേണ്ടി ആർട്ട് ഡയറക്ടറായിരുന്ന
MK സയ്യദ് പരമാവധി ആർഭാടം കാണിച്ചിരുന്നു. അതിനാൽ ഉദ്ദേശിച്ചതിലും 1.5 മാസം കൂടുതൽ വേണ്ടി വന്നു സെറ്റിൻ്റെ പണി പൂർത്തിയാക്കാൻ. ഇൻറ്റീരിയർ വർക്കുകൾ ഒരു ഹോളിവുഡ് എപ്പിക് മൂവിക്ക് വേണ്ട തരത്തിൽ ചെയ്തു. ഫൗണ്ടേഷനുകളിൽ ആ കാലഘട്ടത്തെ പോലെ തന്നെ വെള്ളത്തിന് പകരം ഗ്യാലൻ കണക്കിന് പനിനീരാണ് നിറച്ചത്. പ്യാർ കിയാ തോ ഡർനാ ക്യാ എന്ന ഗാനത്തിൻ്റെ ചിത്രീകരണത്തിന് വേണ്ടിയുള്ള ശീഷ് മഹലിൽ സ്ഥാപിക്കേണ്ട കണ്ണാടികൾ ബെൽജിയത്തിൽ നിന്നായിരുന്നു വരുത്തിയത്. ജയ്പൂരിലെ ആംബർ ഫോർട്ട് മാതൃകയിൽ പണിതീർത്ത കണ്ണാടി മാളികയാണ് ശീഷ് മഹൽ. കണ്ണാടികൾ വാങ്ങേണ്ടി വന്ന ചിലവിൻ്റെ പണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ കാലഘട്ടത്തിൽ ഈദ് ദിനത്തിൽ നിർമ്മാതാവ് ഷാപ്പുർജി കെ ആസിഫിന് കൊടുത്ത ഈദിയ, അതായത് നമ്മൾ പെരുന്നാൾ കാശ് എന്നൊക്കെ പറയും, വിഷു കൈനീട്ടം എന്നൊക്കെ പറയൂലേ, ഈദിയ എന്ന പേരിൽ അറിയപ്പെടുന്ന പെരുന്നാൾ സമ്മാനം 1 ലക്ഷം രൂപയായിരുന്നു. ആ 1 ലക്ഷം കൊണ്ടാണ് ആസിഫ് ശീഷ് മഹലിലേക്ക് വേണ്ട ബെൽജിയം ഗ്ലാസുകൾ വരുത്തിച്ചത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അധികം ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് പഴയ ഹിന്ദി മേഖലയെക്കുറിച്ച് കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ്. പഴയ ഹിന്ദി പാട്ടുകൾ, പഴയ നടന്മാർ, പഴയ ചലച്ചിത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക. ഓക്കെ, താമസിയാതെ അടുത്തായിട്ട് വരും.